നല്ലൊരു ചിന്ത. രാജാവും രാജ്ഞിയും നാട് കാണാൻ ഇറങ്ങി. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും രാജ്ഞിയുടെ സ്വർണ്ണവള നഷ്ടപ്പെട്ടു. വഴിയാത്രക്കാരനായ വയോധികനാണ് അത് ലഭിച്ചത്. 30 ദിവസത്തിനുള്ളിൽ വള കണ്ടെത്തി നൽകുന്നത് അയാൾക്ക് രാജ്ഞി സമ്മാനം നൽകുമെന്നും കൊട്ടാരത്തിൽ നിന്ന് അറിയിപ്പുണ്ടായി. 30 ദിവസം കഴിഞ്ഞ് വള ആരുടെയെങ്കിലും കയ്യിൽ കണ്ടാൽ അയാളുടെ തല കൊയ്യും. വയോധികൻ 31-ാം ദിവസം കൊട്ടാരത്തിലെത്തി വള തിരിച്ചേൽപ്പിച്ചു. രാജ്ഞി ചോദിച്ചു, എന്നാണ് ഇത് കിട്ടിയത്? അയാൾ പറഞ്ഞു, ആദ്യ ദിനം തന്നെ. പിന്നെന്താണ് ഇത്രയും താമസിച്ചത്? ഞാൻ നേരത്തെ തന്നാൽ അത് താങ്കളുടെ സമ്മാനത്തിന് വേണ്ടിയോ താങ്കളെ ഭയന്നിട്ടോ ആണെന്ന് വരും. എൻ്റേതല്ലാത്തതൊന്നും ഞാൻ സ്വന്തമാക്കാറില്ല എന്നതുകൊണ്ടാണ് ഇത് തിരിച്ചേൽപ്പിക്കുന്നത്. എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നത്. സ്വന്തമായ വിശ്വാസ പ്രമാണങ്ങളില്ലാതെ ചെയ്യുന്ന ഒരു കർമ്മത്തിനും സ്ഥിരതയോ നൈതികതയോ ഉണ്ടാകില്ല. സാഹചര്യങ്ങളെ മുതലാക്കുക എന്ന അടിസ്ഥാന തത്വത്തിലൂന്നിയായിരിക്കും അത്തരം പ്രവൃത്തികൾ ഉടലെടുക്കുക. 2 വിധത്തിലാണ് എല്ലാവരും തങ്ങളുടെ കർമ്മങ്ങൾ ക്രമീകരിക്കുന്നത്. സ്വന്തം നിലപാടുകൾക്കനുസരിച്ചും പരിസ്ഥിതിയുടെ പ്രത്യേകതകൾക്കനുസരിച്ചും. സ്വന്തം കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ പ്രലോഭനങ്ങളിൽ വീഴ്ത്താനോ ഭയപ്പെടുത്താനോ കഴിയില്ല. ഒരു നിലപാടുമില്ലാതെ പ്രവർത്തിക്കുന്നവർ ചുറ്റുപാടുകൾക്കനുസരിച്ച് ചാഞ്ചാടും. സ്വന്തമായ ദർശനമുള്ളവർക്ക് രാത്രിയും പകലും ഒരുപോലെയാണ്. ഇരുളോ വെളിച്ചമോ അവരുടെ പ്രവർത്തന ശൈലിയെ സ്വാധീനിക്കുന്നില്ല. രഹസ്യമായും പരസ്യമായും അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരേ നിലവാരമായിരിക്കും. ഒളിക്യാമറകൾക്ക് അവരുടെ വ്യക്തിത്വത്തിന് വിലയിടാനാകില്ല. ഒരു കാര്യലാഭവുമില്ലാതെ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ആകെ തുകയാണ് അയാളുടെ സ്വഭാവം. പാരിതോഷികങ്ങൾക്കോ ഭീഷണിക്കോ ഒരാളെ കീഴ്പ്പെടുത്താനാകുന്നില്ലെങ്കിൽ അയാൾ കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഉദ്ദേശശുദ്ധിയുള്ള വ്യക്തിയാണ്.
disgraceful. മനുഷ്യൻ്റെ മഹത്വം മറ്റൊരാളെ താഴ്ത്തുന്നതിലല്ല, താഴെ നിൽക്കുന്ന ഒരാളെ കൈപിടിച്ച് ഉയർത്തുന്നതിലാണ്. നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് മറക്കാതിരിക്കുക. കാരണം ഇന്നത്തെ ഉയരം എത്ര വലുതായാലും നമ്മുടെ തുടക്കം എവിടെയായിരുന്നു എന്ന സത്യം ഒരിക്കലും മറക്കരുത്. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ കർമ്മബന്ധനത്തിൽ നിന്ന് എങ്ങനെ മോചിതനാകും? അർജുന, കർമ്മം എന്താണെന്നും അകർമ്മം എന്താണെന്നും ആദ്യം തിരിച്ചറിയണം. അപ്പോൾ പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കാത്തതും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എന്താണ്? കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. ഫലത്തോടുള്ള ആസക്തി ഉപേക്ഷിച്ച് കർത്തവ്യം ചെയ്യുന്നവന്റെ കർമ്മം അവനെ ബന്ധിക്കുന്നില്ല. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ കർമ്മബന്ധനത്തിൽ നിന്ന് എങ്ങനെ മോചിതനാകും? അർജുന, ഒരു പെണ്ണിന്
ബൈബിളിലെ ആമുഖമാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത്. ആമുഖം തുടക്കത്തിൽ അവസാന ഭാഗം. ദൈവം തന്റെ അനന്തമായ ജ്ഞാനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. സൃഷ്ടവസ്തുക്കളിൽ ഒളിഞ്ഞുകിടക്കുന്ന ദൈവിക ജ്ഞാനത്തെയും ദൈവിക പദ്ധതിയെയും അറിഞ്ഞ് അവയ്ക്കനുസരിച്ച് സ്വജീവിതം കരുപിടിപ്പിക്കുന്നവനാണ് ജ്ഞാനി. ഇതൊന്നും ഗണ്യമാക്കാതെ അഥവാ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവൻ ഭോഷനാണ്. ജ്ഞാനിയുടെ മാർഗം രക്ഷയിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുമ്പോൾ ഭോഷൻ ശിക്ഷയും ദുരിതവും വരുത്തിവെക്കും. ജ്ഞാനിയെ നീതിമാനെന്നും ദൈവഭക്തനെന്നും വിളിക്കാം. ഭോഷൻ ദുഷ്ടന്റെയും അധർമ്മിയുടെയും പര്യായമാണ്. ദൈവവിശ്വാസവും ധാർമ്മിക ബോധവുമാണ് മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാന ഘടകം. സ്വന്തം വ്യാപാരങ്ങളെയും ഇതര വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളെയും നിയന്ത്രിക്കുന്ന മൂല്യബോധം ഇവയിൽ നിന്നാണ് മുളയെടുക്കുന്നത്. ജീവദായകമായ വചനം. യേശു ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് താൻ സുവിശേഷം രചിച്ചതെന്ന യോഹന്നാന്റെ വാക്കുകൾ ബൈബിളിനെ കുറിച്ചും പൊതുവെയും ഉപയോഗിക്കാവുന്നതാണ്. ദൈവവചനം ജീവദായകമാണ്. അത് മനുഷ്യന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ദൈവം കാണിച്ചു തരുന്ന പാതയിൽ ചരിക്കുന്നവൻ, അവിടത്തെ ഹിതമനുസരിച്ച് വ്യാപരിക്കുന്നവൻ ജീവന്റെ മാർഗത്തിലാണ്. ഇതാ, ഇന്ന് ഞാൻ നിന്റെ മുന്നിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടത്താതെ ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ല. ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവും ആണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ്. ഹെബ്രയർ 4:12. വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. 2 തിമോത്തിയോസ് 3:16-17. മഹത്തായ ഈ പൂർണ്ണതയിലേക്ക് നന്മയിലേക്കുമുള്ള ആഹ്വാനമാണ് ബൈബിളിൽ മാത്രമായി ധ്വനിക്കുന്നത്. അത് ജീവന്റെ സമൃദ്ധമായ ജീവന്റെ വാഗ്ദാനമാണ്. മനുഷ്യരാശിയുടെ മുമ്പിൽ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് വിടർത്തുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. എൻ്റെ ജീവിതത്തിലെ ഒരു ഒരു ചെറിയ അനുഭവം ഞാനിവിടെ എല്ലാവരോടുമായിട്ട് പറയുന്നു. അതായത് വർഷങ്ങൾക്ക് മുൻപ് ഞാനും ഭർത്താവും കുട്ടികളുമായി ഗൾഫിൽ മസ്കറ്റിൽ ജീവിച്ചിരുന്ന കാലം. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകും. എന്നും ഞാൻ കുട്ടികളോടായാലും എനിക്ക് പരിചയമുള്ള ഫ്രണ്ട്സിനോടായാലും എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയും. എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുരിശ് വരച്ച് യാത്രയിൽ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് ഒരു വരി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയും. ആരുമായി പരിചയമുള്ളവർ എൻ്റെ അടുത്ത് ഉണ്ടാവുകയാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഒരു ദിവസം മസ്കറ്റിൽ പള്ളിയിൽ നിന്ന് വരും വഴി മെയിൻ റോട്ടിലേക്ക് കടക്കുകയാണ്. ഭർത്താവാണ് വണ്ടി ഓടിക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് ഒരു വിഷൻ പോലെ
എനിക്കിങ്ങനെ കാണപ്പെടുകയാണ്. അതായത് ഈ ഈ ഭാഗത്തുനിന്ന് വരുന്നു, ഈ ഭാഗത്തുനിന്ന് വരുന്നു, ആ മറ്റു ഭാഗത്തുനിന്നും ഒരു സെന്ററാണ് വരുന്നു. വണ്ടികൾ തമ്മിൽ കൂട്ടി ഇടിക്കുന്നു. ഒരു സെക്കൻഡ് അങ്ങനെ ഒരു TV-യിൽ കാണാൻ പോലെ കാണാം. അപ്പം തന്നെ ഞാൻ കാറിലിരുന്ന് കുട്ടികളോടും എൻ്റെ ഭർത്താവിനോടും ഞാൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ രണ്ട് വണ്ടികൾ തമ്മിൽ തട്ടും, പക്ഷേ മറ്റേ വണ്ടിയുടെയാണ് കുറ്റം, ഇപ്പുറത്തെ വണ്ടിയുടെ അല്ല കുറ്റം, അപ്പുറത്തെ വണ്ടിയുടെയാണ് കുറ്റം. അങ്ങനെ പറയല്ല സംഭവം. അപ്പം തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ രണ്ട് വണ്ടികൾക്കും ഒന്നും സംഭവിക്കരുതേ എന്ന്. എപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ കൊന്തയുണ്ടാവും, എവിടെ പോകുമ്പോഴും കൊന്ത കയ്യിലുണ്ടാവും. അപ്പം തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മാതാവേ രണ്ട് വണ്ടികളും ഇങ്ങനെ കാണിച്ചതിന് ശേഷം രണ്ട് വണ്ടികൾക്കും ഒന്നും സംഭവിക്കല്ലേ എന്ന് പറയല്ല. അപ്പോഴേക്കും രണ്ട് വണ്ടികൾ തമ്മിൽ തട്ടി. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ പറയുകയും ചെയ്തു. കാറിലിരുന്നു ഭർത്താവിനോട് മക്കളോടായിട്ട് പറയുകയും ചെയ്തു, ഈ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടിയുടെയാണ് കുഴപ്പം, തെറ്റ്, അതും പറഞ്ഞു. അപ്പോഴൊക്കെയാണ് വണ്ടി തട്ടലും കഴിഞ്ഞു. ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. അതെനിക്കൊരു ഭയങ്കര അതിശയമായി തോന്നി. യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഗൾഫിലത്തെ സെൻറ്റർ ആയതുകൊണ്ടായാലും ഗൾഫിലത്തെ വണ്ടികളൊക്കെ നല്ല സ്പീഡാണ് ശരിക്കും. എന്തായാലും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകളെ ഞാൻ ഡ്രൈവിങ് പഠിപ്പിക്കുകയാണ്. ഇവിടെ തൃശ്ശൂർ തന്നെ മാടക്കത്ര ഭാഗത്തുനിന്ന് റോഡിലേക്ക് മണ്ണൂത്തീര റോഡിലേക്ക് മാടക്കത്ര ഭാഗത്തുനിന്ന് മുക്കാട്ടുകര മാടക്കത്ര ഭാഗത്തുനിന്ന് കടന്നു വരികയാണ് വണ്ടി. അവളാണ് പഠിക്കുകയാണ്, വണ്ടി ഓടിച്ച്. ഈ സെൻട്രലിലേക്ക് കടക്കുന്ന നേരത്ത് അപ്പോൾ തന്നെ ഞാൻ അവളോട് പറയാണ്, മരിയ എന്നാണ് മൂത്ത മകളുടെ പേര്, മരിയ നിർത്ത് വണ്ടി എന്ന് പറഞ്ഞു. അവളാകെ അതിശയിച്ച് പോയി. എന്നുവെച്ചാൽ ഒരു വണ്ടി സെൻട്രൽ ക്രോസ് ചെയ്യാൻ പോകുന്ന വണ്ടിയെ പെട്ടെന്ന് നിർത്താൻ അമ്മ ഓടിക്കണം പറയുകയാണ്. അവള് വണ്ടി ബ്രേക്കിന് കൂട്ടി അവള് വണ്ടി നിർത്തി. അപ്പം തന്നെ ഒരു അപ്പനും മകളും സ്കൂട്ടർമാൻ, ഒരു കാറ് ഈ ഞങ്ങൾ സെൻറ്ററിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കിടക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു അപ്പനും മോളും സ്കൂട്ടർമ വരുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് ഒരു കാറ് വന്ന് തട്ടുന്നു. പക്ഷേ അവളോട് നിർത്താൻ പറയുന്ന ആ നിമിഷം തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ കർത്താവേ എന്നുള്ളൊരു വിളി വന്നിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ നിർത്തണമെന്ന് പറയണത്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല തട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പനും കുട്ടി വണ്ടി വീണു. പതുക്കെ ആൾക്കാരപ്പയ്ക്ക് ഓടിക്കൊന്നു, എഴുന്നേറ്റു, കാറുകാരൻ സൈഡിൽ നിർത്തി. ആരുടെ തെറ്റാണ് സംഭവിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എൻ്റെ മകളോട് ഞാൻ നിർത്താൻ പറഞ്ഞ ആ സമയത്ത് നിർത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മകളുടെ കാറായിരിക്കണം ആ സ്കൂട്ടറിൻ്റെ മേലെ കൂടെ കയറുന്നത്. എൻ്റെ മോള് പഠിക്കുന്നതാണ്, ഞാനാണ് പഠിപ്പിക്കുന്നത്. ആ കാറും ആ അപ്പനും മോളും വരുന്ന സ്കൂട്ടറിനെ മേലെ കൂടെ കയറിയേനെ. എൻ്റെ മകളുടെ വണ്ടിയായിരുന്നെങ്കിൽ തക്ക സമയത്ത് നിർത്താനായിട്ട് തോന്നിപ്പിച്ച കർത്താവിനോട് നന്ദി പറഞ്ഞു. പക്ഷെ അന്നത്തെ ആ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ സ്കൂട്ടറും മറ്റേ കാറും തമ്മിലിട്ട് ഒന്നും പറഞ്ഞില്ല. പക്ഷെ ആ സ്ഥാനത്ത് എൻ്റെ മകളുടെ വണ്ടിയായിരുന്നെങ്കിൽ ആ സ്കൂട്ടറിന്റെ മേലെ കൂടെ കയറുന്ന പോലത്തെ അവസ്ഥയിൽ വണ്ടി പോയേനെ. ദൈവം കാത്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മളുടെ യാത്രയിലും എല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ, നമ്മൾ വിശ്വസിക്കുന്ന മാതാവിനെയും ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുന്നത് എപ്പോഴും നല്ലതാണ്. ഇന്ന് ഒരുവിധം പേര് അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും അതിലൊന്നും അത്ര വിശ്വാസമില്ലാത്ത പോലെ പുറത്തേക്ക് ഇറങ്ങുന്നവരും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ച് ഞാൻ ഇത് പറഞ്ഞു മാത്രം. പിന്നെ ഇതേപോലെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു അത്ഭുതം കൂടി ഉണ്ടായത്, ഹൈവേയിൽ
ആമ്പല്ലൂരിൽ നിന്ന് ഞാൻ നെല്ലിക്കുന്നത്തേക്ക് ഹൈവേയിൽ വരികയാണ് നല്ല സ്പീഡിൽ. അന്ന് എൻ്റെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ എൻ്റെ മകള് ഒരു 4-5 വയസ്സ് ഉണ്ടാവും. എൻ്റെ മകൾക്ക് 4 വയസ്സോ 5 വയസ്സോ എൻ്റെ മകൾക്ക് ഉണ്ടാവുള്ളൂ. എൻ്റെ പിന്നിൽ തന്നെയാണ് എൻ്റെ മകളെ ഞാൻ ഇരുത്തിയിട്ടുള്ളത്. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. നല്ല സ്പീഡിലാണ്. അന്ന് ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഒരു പാമ്പാണ്, പത്തി വിടർത്തിയ ഒരു പാമ്പ് റോഡിലേക്കൂടെ പത്തി വീഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. അത് കണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. അയ്യോ എന്ന് പറയുന്നു. ഞാൻ ഓടിയിട്ടു. പിന്നാലെ എൻ്റെ മകളും ഓടിയിട്ട് കരഞ്ഞു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. എൻ്റെ വണ്ടി എത്ര ദൂരം പോയി എന്നും എനിക്ക് ഒരു പിടിയില്ല. പക്ഷെ അല്പസമയത്തിനുള്ളിൽ എത്ര സെക്കൻഡ് എടുത്തോന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ശരിക്കും നോർമലായ പോലെ ഞാൻ ശരിയായപ്പോൾ എൻ്റെ കൈ സ്റ്റിയറിങ്ങും കാല് ആക്സിലേറ്ററിങ്ങും ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം. പെട്ടെന്ന് ഇത് വന്നപ്പോൾ ഞാൻ വേഗം കാല് ആക്സിലേറ്ററിന് വെച്ചു, കൈ സ്റ്റിയറിങ്ങും വെച്ചു, വണ്ടി ഓടി. എത്ര ദൂരം ഇങ്ങനെ പോകും എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. അത് വലിയൊരു അപകടത്തിലാവുന്ന കാര്യമായിരുന്നു. അതായത് തമിഴ് ലോറികൾ ഏതു നേരം പാഞ്ഞുകൊണ്ട് വരുന്ന ഹൈവേ ആണ്. ശരിക്കും എൻ്റെ കാറും ഞങ്ങളെല്ലാവരും പോയാണ്. ഞാനും എൻ്റെ ഒരു രണ്ടാമത്തെ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ 3 യാത്രകളിൽ ഉണ്ടായിട്ടുള്ള അതിശയം എല്ലാവരോടും സംസാരിക്കുന്നു മാത്രം. എപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വണ്ടിയിൽ പോകുമ്പോഴും വണ്ടി ഓടിച്ചു പോകുമ്പോഴും നമ്മളെത്ര ശ്രദ്ധിച്ചാലും നമ്മൾ എക്സ്പെർട്ടായാലും എതിരെ വരുന്ന വണ്ടിക്കാരന് വിശ്വാസമുണ്ടോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണോ, ദൈവവിശ്വാസം ഉള്ളവനാണോ, ഭക്തിയുള്ളവനാണോ, ഏത് തരത്തിലുള്ളവനാണെന്ന് നമുക്കറിയില്ല. നമ്മൾ നമ്മുടെ ഭാഗം മാത്രം നോക്കി പ്രാർത്ഥിച്ചിറങ്ങിയാലും എതിരെ വരുന്ന വണ്ടിക്കാരൻ്റെ കാര്യം ആളുടെ മനസ്സോ ആളുടെ വിശ്വാസമോ ആളുടെ പ്രാർത്ഥനയോ ഭക്തിയോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ എത്ര എക്സ്പെർട്ടായി വണ്ടി ഓടിക്കുന്നവരായാലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇന്ന് യാക്കോസ്ലിയായുടെ തിരുനാളായിട്ട് എല്ലാവർക്കും യാക്കോസ്ലിയായുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ. ഇന്നത്തെ ദിവസം ഒരു ശുഭദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. കരഘോഷം മുഴക്കി കീർത്തനം പാടി സർവാധിപൻ വാഴ്ച നടത്തിയിടുന്നു. അത്യുന്നതന്റെ ആരോപരാത്മജൻ അഖിലാണ്ടമെന്നും ആരാധ്യൻ വിജയാരവർത്തിൻ കാഹളധ്വനിയിൽ വിണ്ണിലേക്കുയരുന്നു. ദൈവസൂതൻ വിണ്ണിലേക്കുയരുന്നു. വിജാതീയ ഗണവും യാക്കോബിൻ സൂതരും ഒരു രാജപാദം നമിച്ചിടുന്നു. മഹിതലവാസികളും വിണ്ടലവാസികളും മുഴങ്കാൽ മടക്കുന്നു. തിരുസന്നിധി മുഴങ്കാൽ മടക്കുന്നു. ആനന്ദം നിറയുന്ന വേദിയാമീ ലോകം, സ്വർഗീയ രാജന്റെ പാദപീഠം. ഉഷസന്ധ്യയിൽ ഉലകിൽ ഉയരേകിനാഥൻ ഉയർത്തെഴുന്നേറ്റു മർത്യർക്കാര്യജാതനായി. ഹല്ലേലൂയ മോദം പാടിടാം, ഹല്ലേലൂയ മോദം പാടിടാം, ഹല്ലേലൂയ മോദം പാടിടാം, ഹല്ലേലൂയ മോദം പാടിടാം. ഇരുളിൻ ശക്തി തകർന്നല്ലോ, മരണം മങ്ങി മറഞ്ഞല്ലോ. സ്വർഗം ഭൂമി
മുഴക്കി കീർത്തനം പാടി സർവാധിപൻ വാഴ്ച നടത്തിടുന്നു. അത്യുന്നതന്റെ ആരോമരാത്മജൻ അഖിലാണ്ടമെങ്ങും ആരാധ്യൻ. വിജയാരവത്തിൻ കാഹളധ്വനിയിൽ വിണ്ണിലേക്കുയരുന്നു. ദൈവസുതൻ വിണ്ണിലേക്കുയരുന്നു. ഹല്ലേലൂയ മോദം പാടിടാം, ഹല്ലേലൂയ മോദം പാടിടാം, ഹല്ലേലൂയ മോദം പാടിടാം, ഹല്ലേലൂയ മോദം പാടിടാം. യാക്കോസ്ലീഹായുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ